മറ്റവരെ ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്വാഗതം. മീഹോക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ CS റാങ്ക്ഡ് മാച്ചാണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ ഓപ്പോസ് അത്യാവശ്യം നല്ല കളിക്കുന്ന പ്ലേയേഴ്സാണ്. എൻ്റെ ടീമിൽ ഒരുത്തൻ ബോട്ടാണ് ഗൈസ്. അതുകൊണ്ട് അവ അനങ്ങാതിരിക്കുമായിരുന്നു. ഇറങ്ങിയിട്ടും വലിയ കാര്യമില്ലായിരുന്നു. അപ്പം ഞാനും ഡുവോർഡേ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുണ്ടായിരുന്നു നല്ല കില്ലും റഷ്യം. പക്ഷെ പോകുന്ന വഴിക്കാണ് നിങ്ങൾ കാണേണ്ടത്. ചെന്ന് ഒരെണ്ണം മേടിച്ച് ചാടിയങ്ങ് ഇറങ്ങി. കഴപ്പായിരുന്നു അതങ്ങ് മാറിക്കിട്ടി. വെറുതെ ഒരു മെഡിക്കറ്റ് കളയാൻ വേണ്ടി. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ട് അടിയിലൊരു ബുക്കും കാണാം. ഞാൻ അതിന് കുറേട്ട് അടിക്കാൻ നോക്കുന്നു. കാരണം ഞാൻ ഒരു ഷോർട്സിൽ കണ്ടേ അങ്ങനെ ബുക്കും അങ്ങനെ അടിമടിക്കുമ്പോൾ അത് പൊട്ടുന്നു. പക്ഷെ നടന്നില്ല. ഫേക്കായിരുന്നു ഗുയ്സ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ബാഗി പാൻസാണ് ഇട്ടിരിക്കുന്നത്. പിന്നൊരു നമ്മുടെ സിൽവർ സമ്മറയും പിന്നെ നമ്മുടെ ദീപാവലിക്ക് വന്നൊരു ബണ്ടിലിൻ്റെ ഹാറ്റും പിന്നെ നമ്മുടെ ദീപാവലിക്ക് വന്ന ബണ്ടിലിൻ്റെ ഷൂ ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ ചെറിയ ഷെഡ് ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇല്ല ഗുൾസാന്ന് പറഞ്ഞൊരുത്തി നല്ല കളിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇതിൻ്റെ അതിൽ മറ്റേ ഞാൻ റിവെഞ്ച് എടുക്കുക. നിങ്ങൾ അടുത്ത ഈ റൗണ്ട് കാണണം ഗൈസ്. ഈ റൗണ്ടല്ല ഏത് റൗണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിലൊരുത്ത് ഇമോട്ട് ഇടുന്നുണ്ട് ഗൈസ്. നമ്മളെ ശരിക്കും വെറുപ്പിച്ച് കളഞ്ഞു. നമ്മളും എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഡ്രസ്സായിട്ടുള്ള എടുത്ത് മാസമാണ്. കേട്ടോ ഏതാ മൂമെൻറ്റ് എങ്ങനെയുണ്ട് കളക്ഷൻ. നമ്മുടെ ബാൻഡിറ്റിൻ്റെ കൂടെ ഇടുമ്പം ഇച്ചിരി കോളനി ആവുന്നുണ്ട് ഈ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിട്ടത്. നമ്മളൊന്നും നോക്കി നമ്മുടെ സ്വന്തം ഡെസേർട്ടുകൾ അത് നിങ്ങൾക്ക് ഫിസ്റ്റ് ഒന്നും കാണത്തില്ലല്ലേ. ഞാൻ ഫിസ്റ്റൊക്കെ ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ലെന്ന്. നമ്മൾ ഒന്ന് നോക്കില്ല ഓടിച്ചെന്നാണ്ട് എടുത്തിരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് എയിം ലോക്ക് ആവുന്നില്ലായിരുന്നു ഗൈസ്. ഇവനൊക്കെ ഈ നൈസായിട്ട് അടിച്ചുറക്കായിരുന്നു. പക്ഷേ അപ്പോൾ എയിം ലോക്ക് ആവുന്നില്ലായിരുന്നു. നമ്മളപ്പോഴത്തേക്ക് ഒരു ബോൺഫയറൊക്കെ ഇട്ട് സൈഡിൽ നിന്ന് MP5 കൊണ്ട് എടുത്ത് അടിക്കുന്നുണ്ടായിരുന്നു ഈ സാധനം. ഇപ്പോൾ കണ്ടോ ഞാൻ ആ ബുക്കും അങ്ങനെ കണ്ടോ തീർന്നെന്ന് വിചാരിച്ചു. അവൻ ഒറ്റ അടി അവനും കൊടുത്ത്. ഇവനായിരുന്നു ചെറിയ നമ്മളൊന്നും നോക്കില്ല. അവനെ ഒരു 449 ഹെഡ് ഷോട്ട് അടിച്ച്. ഇനി ആകെ ഒരു പ്ലെയറൂടെ മാത്രം ബാക്കി ഗൈസ്. നമ്മളിവനെ കംപ്ലീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് MP5 ഇട്ട് എനിക്ക് MP5 വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് കളയുന്നുണ്ട്. എൻ്റെ ഗ്ലൂ വാൾ മാത്രം നമ്മളെടുത്ത് ഗൈസ്. അപ്പോൾ നോക്കുവാണെന്നുണ്ട് എൻ്റെ അടുത്താണ് എടുക്കുന്നുണ്ട്. ബൈസനൊക്കെ പിടിച്ചാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഡാമൊക്കെ തന്നെ. ഒന്നും നോക്കില്ല കീട്ടിൽ 450 ഒരു 1 ടാപ്പം കൊടുത്ത് ഗൈസ്. ഒന്നും നോക്കില്ല. നമ്മൾ പിന്നെ ബൈസൻ കളയണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ഇല്ലേ അവിടെ ടീംമേറ്റ്സ് എത്തുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ബൈസനെടുത്ത് അവിടെ ഇട്ട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. പൈസയൊക്കെ ഉണ്ടായിരുന്നു. വെസ്റ്റ്, ഹെൽമെറ്റ്, മഷ്റൂം എല്ലാം വാങ്ങി പവറായിട്ടുണ്ട് ഗൈസ്. നമ്മളൊന്നും നോക്കിയില്ല. നമ്മുടെ ടീംമേറ്റ്സ് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ടീംമേറ്റ്സ് ചോദിക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ പേര് മാറ്റാൻ പോകും കേട്ടോ ഗൈസ്. MVP ആയിരുന്നു. ഓക്കെ ഞാൻ തന്നെ MVP. പക്ഷേ ഈ റൗണ്ട് അവന്മാർക്ക് ഒരിച്ചിരി പേടിയായെന്ന് തോന്നുന്നു കേട്ടോ എനിമീസിന്. കാരണം അവന്മാർ ക്യാമ്പ് ചെയ്തായിരുന്നു കളിക്കുന്നത്. അവന്മാർ നേരത്തെയൊക്കെ റഷ് അടിച്ചൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്മാരങ്ങനെ വരുന്നില്ല. നമ്മളൊന്ന് ചാടി ഒരടി അടിച്ചു. പക്ഷെ കൊണ്ടില്ല. അത് കൊണ്ടിരുന്നെങ്കിൽ കിഡ്ക്കാറ്റ് ഷോട്ടായാണ്. നമ്മൾ വെച്ചാൽ നോക്കായവനെ അടിക്കണമെന്ന്. കാരണം നമുക്ക് റേസ് എടുക്കാൻ നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞ ടീമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിവിടെ അവിടെ 1 ഫിംഗർ പുഷപ്പൊക്കെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കുവാണെന്നുണ്ട് ഇവിടെ എടുത്ത് നിൽക്കുന്നത്. കൊള്ളുന്നില്ല. ഓക്കെ 522 ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് നമ്മളിവിടെ. എനിക്കത് അപ്പോഴേ ലാഗ് അടിച്ച ഗൈസ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കൈയൊക്കെ വേർക്കുന്നുണ്ടായിരുന്നു. അതാ നമ്മുടെ ഡുവോർഡേ MP5 കൊണ്ട് കിടിലും MP5 ഫസ്റ്റും കൊണ്ട് മാക്സൊക്കെ കാര്യമായി. നമ്മളൊന്നും നോക്കിയതാണ്ടോ നമ്മുടെ ഡുവോർഡേനെ അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മളൊരു 87 ഡാമൊക്കെ കൊടുത്തു. പക്ഷെ നടക്കുന്നില്ലായിരുന്നൊന്നും. ഈ MP5 ഒക്കെ കിട്ടി നമുക്ക്. നമ്മൾ തീർന്നെന്ന് വിചാരിച്ചു. അപ്പോഴേ നമ്മൾ MP5 ഒക്കെ കളഞ്ഞ് ഡെസേർട്ടുകളൊക്കെ പിടിച്ച് സൈബർ ഡ്രോപ്പ് അങ്ങ് ലൂട്ടെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമുക്കതിന് മാഗ് വേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ കണ്ടോ സ്നൈപ്പർ മാത്രം എടുത്ത്. ഒന്നും നോക്കിയില്ല. ഡെസേർട്ടിനാണ് കയ്യിലെടുത്ത് അടിക്കാനൊക്കെ നമ്മൾ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവന്മാരുന്ന് അത് നമുക്ക് നല്ല ഡാമേജ് ആയിരുന്നു സ്നൈപ്പറിന്.
സ്നൈപ്പർ എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനേ. അമ്പത് നമുക്ക് കണ്ടോ 89 ഹെഡ് ഷോട്ട്. അത് ഫേക്കാന്ന് തോന്നിയത് ഞാൻ ഉണ്ടോ. ഇവനെ OP റേസ്റ്റാർ ഇവൻ നമ്മളെ വെറുപ്പിച്ച്, നമ്മളെ ഇമോട്ടിട്ട് വെറുതെ വെറുപ്പിച്ച്. നമുക്ക് ഈ ഇമോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അവൻ തന്ന ഇമോട്ട് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം. നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാസമാണെങ്കിൽ വേണ്ടി കയറി ചെന്നേ വയസ്സ്. നിങ്ങൾ ഈ ഗെയിം പ്ലേ കൂടെ ഒന്ന് കാണുക. ഡെസേർട്ടുകളൊക്കെ പിടിച്ച് നമ്മൾ തീക്കളിയായിരുന്നു, തീക്കളി. ഡെസേർട്ടുകളല്ലാതെ വേറെ ഒന്നും എടുത്തില്ല. പക്ഷേ ലാസ്റ്റ് റൗണ്ട് 3-3 ആയപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതാ ഞാൻ സ്നൈപ്പർ മാത്രം എടുത്തത്, സ്നൈപ്പറും ഡെസേർട്ടുകളും. പക്ഷേ സ്നൈപ്പറുകൊണ്ട് ഞാൻ അങ്ങനെ കളിച്ചില്ല അതിൽ. അവിടെ ഞാൻ റഷ് അടിച്ച് കയറുന്നു നോക്കുമ്പം ഇല്ലേ ഇതിൻ്റെ പുറകെ ഒരു പുല്ലറ്റ് ബുക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇല്ലായിരുന്നു അവിടെ. ഞാൻ ടെൻഷൻ അടിച്ച് ഓടിപ്പോയി വെറുതെ. അതുകൊണ്ടങ്ങ് ദൂരെ ഒരു ഡിമിത്രി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ അങ്ങ് തീർക്കാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് കയറുന്നില്ല. ഞാൻ പിന്നെ ഇരുന്നൊക്കെ അടിക്കാൻ വിചാരിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷേ സൈഡിൽ നിന്നാണ് എനിക്കിപ്പോൾ കാണാൻ വേണ്ട നോക്കാം. ഓടനെ കൊണ്ട് തുടങ്ങിയ മാഗും കൊണ്ട് കണ്ട് കുറ്റം പിടിച്ചേസിങ്ങളെ. ഇവൻ തന്നെ നമുക്ക് നമ്മളെ മറ്റേ നേരത്തെ ഇമോട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ടീംമേറ്റ് കയറിച്ചെന്ന് ടീംമേറ്റും പടമായിട്ടുണ്ട് ഇവിടെ തെറ്റിയായി. അത് ഡൂ ഓർ ഡൈനെ മറ്റേ മാഗ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആകെ അസാസിൻ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇവൻ കളി എടുക്കത്തില്ല പടം. ഓക്കെ 32 HP മാത്രം അവന് ബാക്കി. മറ്റേവ ഇപ്പോഴും ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കും. അല്ലല്ല വേണ്ട നമുക്കൊന്ന് അവർക്ക് 3 ആയിട്ടുണ്ട്. കളി ഇച്ചിരി ഇതായിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡെസേർട്ട് ഈഗിൾ സ്നൈപ്പർ എടുക്കണോ ഡൗട്ടുണ്ട്. പിന്നെ എടുത്തില്ല. നമ്മൾ ഡെസേർട്ട് ഈഗിൾ മാത്രം എടുത്ത് ഗൈസ്. പിന്നെ ടീംമേറ്റൊക്കെ P90 MP5 Max ഒക്കെ ആയിരുന്നു. അതൊന്നും നമ്മളതിനൊന്നും നോക്കിയില്ല. നമ്മൾ ഡെസേർട്ട് ഈഗിളൊക്കെ എടുത്ത് ഇവിടെ മാസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ മാസ് ഗെയിം പ്ലേയിലൊന്നും വരത്തില്ല. അതാ കുഴപ്പം. ഗൈസിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ 10ൽ ഇതിന് എത്ര കൊടുക്കും? പക്ഷേ എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഡ്രസ്സ്. ബാൻഡിറ്റിൻ്റെ ആകുമ്പോൾ കിടിലായിട്ട് ചേരും ഗൈസ്. ഓക്കെ 87 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ അവനത് കൊള്ളുന്നില്ല. പക്ഷേ അവൻ്റെ മേളിൽ നിന്ന് ക്യാമ്പ് അടിച്ചിരിക്കുന്നുണ്ട് പാടാ. ബാക്കിലോട്ട് നോക്കിയാൽ നമ്മുടെ ടീംമേറ്റ്സിന് ഫൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റെക്കോർഡിങ് കാണിക്കുന്നില്ല. നമ്മളൊന്നും നോക്കിയില്ല. നമുക്ക് കണ്ടോ 2 പേര് നേരെടുത്തും കയറിയാന്ന് വിചാരിച്ച് എല്ലാം ചെയ്ത്. പക്ഷേ കുറച്ച് ഡാമേജ് അവർക്ക് കയറിയുള്ളൂ. 95 ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല കിടിലോട്ട് കിട്ടി. എനിക്കൊരു പ്രതീക്ഷ അസാസിനിൽ മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ നമ്മുടെ അസാസ് നമ്മുടെ സപ്പോർട്ട് വന്ന് അവനെ അങ്ങ് പെട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അസാസി അവനെയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കളി അങ്ങ് മാറിയാണ്. ഓക്കെ ഗൈസ് അങ്ങനെ അസാസിന് അവനെയും കളി എടുത്തിട്ടുണ്ട്. ഈ ഒരു നൂബല്ലേ ഉള്ളൂ. ഇവനെ നമുക്ക് തീർക്കാമെന്ന് വിചാരിച്ച്. ഇവനെ അവന്മാരുടെ ടീമിലെ ക്യാമ്പർ, അവന്മാർക്ക് സപ്പോർട്ടർ ഇവനാ. സ്നൈപ്പറല്ല ഇവനെ മറ്റേ നമ്മുടെ അസാസ്യം വീണ് നമ്മുടെ പൊക്കിയപ്പോഴത്തേക്ക് അവർ കുറേ മൈക്ക് ഉണക്കി വരുന്നുണ്ട്. ബൈ ഇത് കഷ്ടമല്ല വണ്ടാപ്പ് കളിക്കാൻ. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല കളി വെച്ചാൽ പോരെ. ഗെയിം ജീത്തേക്കാന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞ്. അങ്ങനെ നമ്മളവൻ്റെ സ്നൈപ്പറിന് ഒരു 150 കൊടുത്തിട്ട് പെട്ടെന്നങ്ങ് ബുക്കും കിട്ടി. പെട്ടെന്ന് ഡെസർട്ടിങ്ങൾ പറഞ്ഞു ഉണ്ടാപ്പോൾ പ്രതീക്ഷിച്ചു. പക്ഷെ കയറിയില്ല. അങ്ങനെ നമ്മുടെ ഇതിൽ നമ്മൾ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ പെട്ടെന്നങ്ങ് സ്നൈപ്പർ എടുത്തു. കാരണം ഈ എന്ന് പറഞ്ഞാൽ മറ്റേ വെറും എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ റീവൈവ് ചെയ്തൊക്കെ പോകുന്ന എടുത്ത് നമ്മുടെ സൈഡിൽ കൂടെ പോലും നമ്മൾ റിവൈവ് എടുത്തില്ല. അതുകൊണ്ട് അത് മാത്രമല്ല എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ 3 കളി എടുത്ത് ഞാൻ സ്നൈപ്പറിൻ്റെ സെറ്റിൽ കൊണ്ട് വിളിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സ്മോക്ക് നമ്മളൊന്നും നോക്കില്ല. സ്മോക്ക് എടുത്ത് കയറി നോക്കിയപ്പം ടീമേറ്റിനൊക്കെ ഫൂട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവന്മാർ അടുത്തോട്ട് ചെന്ന് ഒരു നെയ്ഡം കയറിയാന്ന് വിചാരിച്ച്. ഇങ്ങനെ അവൾ നെയ്ഡ് ഓണൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എറിഞ്ഞ് പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ് കൊണ്ടതേ ഇല്ല. ഓക്കെ നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റ് അവിടെ അവന്മാരെ അടിച്ച് ഉറക്കി ഗൈസ്. പക്ഷേ അങ്ങ് ദൂരെ നിന്ന് ഒരുത്തി ഇവന്മാരുടെ ടീമിന് നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് ചെയ്യണേ പക്ഷേ എൻ്റെ കണ്ടോ ഇവന്മാരുടെയൊക്കെ സ്വഭാവം ഇതാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം തരത്തില്ല. അപ്പം കണ്ടോ ഗൈസ് സപ്പോർട്ട് തരുന്നില്ല. നമ്മളാണെങ്കിൽ ഡെസേർട്ടും കണ്ട മേലെടുത്ത് ഒന്നുമില്ല ഒറ്റയടി 522 വണ്ടാപ്പ് ഒരൊറ്റ കീഴിലെ വണ്ടാപ്പ് ഇടുന്നത് നോക്കുമ്പോൾ ടെൻഷനും കേസിൽ ഞാൻ ഒറ്റയ്ക്കും അവന്മാർ 2 പേരുമായിരുന്നു. ഒന്നും നോക്കിയില്ല 175 വണ്ടാപ്പ് അവനും കൊടുത്ത്
ഞാൻ ഒരുത്തിനെ തപ്പാൻ വേണ്ടി ഞാൻ അവിടെ ഫോണിൽ ഫുള്ളങ്ങ് കാണാൻ ഓടുമായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വണ്ടി കൊണ്ടല്ലേ ഇത് കാണാൻ പോയി കഴിഞ്ഞാൽ അണക്കിടല്ലേ. ഇവിടെ ഫുള്ള് ഇടന്നപ്പോയി. പിന്നെ അവനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ നേരം അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒറ്റയടി 519 ഉണ്ട് കണ്ടോ. എല്ലാവരും പൈസ ആക്കി ഇടുന്നുണ്ട് കണ്ടോ. അവരൊക്കെ പറഞ്ഞ ബായ് കളി ജയിക്കുന്ന തോക്കില്ലേ പ്ലീസ് പോയി. പക്ഷേ ആ മൂന്നാമത്തതിന് എന്നോട് ഇച്ചിരി വിരോധമുണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞൂട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇമോജിയൊക്കെ വേറെ ഇട്ടെന്ന്. നമ്മളൊന്നും നോക്കിയില്ല. അടുത്ത റൗണ്ട് ഡബിൾ സ്നൈപ്പർ AWM നമ്മുടെ സ്വന്തം ഡെസേർട്ട് ഈഗിളുമാണ് സുഹൃത്തുക്കൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നും അതെന്ന് വെച്ച് ഉന്നയിച്ച് 2 എടുക്കാമെന്ന് വിചാരിച്ച് 2 എടുത്ത് വെസ്റ്റ് ഹെൽമെറ്റ് എല്ലാം അങ്ങ് മാക്സ് ആക്കിയിട്ട് നമ്മുടെ റൗണ്ട് ഇപ്പോൾ തീരാറായി. ആകെ 3-3. ഇനി ആര് ജയിക്കും? അവൻ ജയിക്കുമോ നമ്മൾ ജയിക്കുമോ? നമുക്ക് നോക്കാം ഗൈസ്. നോക്കി നമ്മൾ സ്നൈപ്പർ കൊണ്ട് കയറി ചെന്ന് അവിടെ ഒരു നെറ്റില്ലായിരുന്നു നോക്കിയില്ല. 6 ഹെഡ് ഷോട്ട്. അവനെയും വണ്ടാ പഠിക്കാൻ നോക്കായാനെ ഹെഡ് ഷോട്ട് അടിക്കാന്ന് വെച്ചാൽ ഒത്തില്ല. ഇങ്ങനെ ഒരുത്തിനെ തീർത്തപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് ഇച്ചിരി കോൺഫിഡൻറ്റ് കയറി ഗൈസ്. കാരണം ഒരുത്തിനല്ലേ ഉള്ളൂ. അപ്പോൾ അവന്മാർക്ക് കോൺഫിഡൻസ് കയറി അവന്മാരങ്ങ് അടിച്ചിട്ട് കയറി അങ്ങ് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ 4 പേര് അവർ 3 പേരല്ലേ ഉള്ളൂ. കോൺഫിഡൻസ് ഗൈസ്. ഒരുത്തിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ ടീം വീക്കാവും. കണ്ടോ കയറുന്നുണ്ടോ? വീക്കാവും. നമ്മുടെ ടീം സ്ട്രോങ് ആവും. കണ്ടോ. പക്ഷെ ലാസ്റ്റുള്ള ഇച്ചിരി കിടിലായിരുന്നു. ഞാൻ വിചാരിച്ച് ജയിക്കുന്ന വെച്ച് ഇവിടെ മാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവ എല്ലാവരും നോക്കിയില്ലായിരുന്നു. ഒന്നും നോക്കിയില്ല. നമ്മുടെ ഡെസേർട്ട് എടുത്തിരിക്കില്ല. മണ്ടാ പഠിച്ചു ഈ കളി ബുയി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എന്നിട്ട് കമൻറ്റ് ഇടേണ്ട ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോ നിർത്തുന്നത് ഗൈസ്. ടാറ്റാ.